ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖായിരിക്കുന്നല്ലോ? ഞങ്ങളോട് സുഖായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ നൂല് വെച്ചിട്ട് ഇതുപോലെ തുളിപ്പ് ഫ്ലവർ, ആ ഫ്ലവർ ഞാൻ അതും കണ്ടോ കീ ചെയിൻ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. കീ ചെയിൻ ആക്കാം. നമുക്കൊന്ന് ഫ്ലവർ പോട്ട് വേണമെങ്കിൽ ഇതുപോലെ നിറച്ച് പൂക്കൾ ചെയ്ത് ഫ്ലവർ പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നല്ല ഷോ പീസായിട്ട് നല്ല ഭംഗിയായിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. ഈ നൂലെന്ന് പറയുമ്പോൾ നമുക്ക് പല ക്വാളിറ്റിയിൽ മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ സാധാരണ നമുക്ക് എല്ലായിടവും അവൈലബിൾ ആയ നൂല് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനകത്ത് കണ്ടോ 4 ത്രെഡാണ് വരുന്നത് കേട്ടോ. പക്ഷെ 8 ത്രെഡ് വരുന്നത് അങ്ങനെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഉള്ള വ്യത്യാസം വരും. അപ്പോൾ ഈ നൂല് വെച്ചിട്ട് നമുക്ക് ഇതാകുമ്പോൾ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതല്ലേ ഈ നൂല്. പിന്നെ ഓൺലൈൻ മേടിക്കാൻ കിട്ടും, വലിയ വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ നൂല് കൊണ്ട് നമുക്കൊന്നൊരു ഫ്ലവർ ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റിച്ച് വെച്ച് തന്നെയാണ് ഇതിൻ്റെ വർക്ക് ഫുള്ള് ചെയ്യുന്നത്. ആ ഒരു സ്റ്റിച്ച് 2 ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ സ്റ്റിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇതിനുവേണ്ടി ഞാനിവിടെ ഈ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ത്രെഡിന് യാൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്രോസിയ നീഡിൽ, ഇതിപ്പോൾ 2.5-ൻ്റെതാണ്. 3, 3.5, 4, 4.5 അങ്ങനെ എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടി 2.5 ആണ് ഞാൻ എടുത്തത്. ഇപ്പൊ ഈ ത്രെഡാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റിച്ചിനെ സ്ലിപ്പ് സ്റ്റിച്ചാണ് പറയുന്നത് കേട്ടോ. ഒരു കെട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കെട്ടിടുന്നതിനാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ഈ മെയിൻ ത്രെഡ് ഉണ്ടല്ലോ, അത് കണ്ടില്ലേ ഇങ്ങനെ ഇട്ട് ഒന്ന് അതിനകത്തൂടെ എങ്ങനെ കണ്ടോ വലിച്ചെടുക്കുന്നുണ്ടേ. അപ്പൊ അതൊരു കെട്ടാവും. അടുത്ത ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ ആ ചെറിയ നൂലിന്റെ പുറത്തൂടെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് അതിനടിയിലൂടെ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. കണ്ടോ, ഇപ്പൊ കെട്ടായി കഴിഞ്ഞു. അതിങ്ങനെ ലൂസാക്കാനും ടൈറ്റ് ആക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഞാനിതാ ഈ വിരലില് ഒരു 3-4 ചുറ്റി ഈ ബാലൻസ് നിൽക്കുന്ന യാൺ കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി വിരലിനകത്താക്കി ഇതാ ക്രോസിയ നീഡില് ഇതുപോലെ അതിനകത്തോടെ ഇറക്കി ഈ യാൺ ഇതുപോലെ ഒന്ന് അതിനകത്തൊന്ന് വലിച്ചതുപോലെ ഒന്ന് പുറത്തു കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഈ ക്രോസിയ നീഡിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കണം. ഇപ്പൊ കണ്ടോ ആ നീഡിൽ ഏത് സൈഡായെന്ന് കണ്ടില്ലേ? ഇതുപോലൊന്ന് വലിച്ച് ഇനി 3 ചെയിൻ എടുത്തു കൊടുക്കണം. ആ ചെയിൻ എടുത്തു കൊടുക്കാനായിട്ട് ഇതുപോലെ ആ ത്രെഡ് അതിനകത്തൂടെ ഒന്ന് വലിച്ച് ഇതുപോലെ എടുക്കാം. അപ്പോഴത്തേക്ക് നീഡിൽ ഇങ്ങനെ തിരിഞ്ഞു വരും. ഇപ്പൊ കണ്ടോ ആ നീഡിൽ ഇങ്ങനെ തിരിയുന്നതാണ് ഇതിന്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇത് നമുക്ക് ചെയ്യാനുള്ളതിന്റെ ബേസ് ആണ്. ഈ റൗണ്ട് കവർ ചെയ്ത് വേണം നമ്മൾ ചെയ്യുന്ന ഓരോ ക്രോസ്യ. അപ്പൊ അടുത്ത് ഇപ്പൊ 3 ചെയിൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഡബിൾ ക്രോസ്യ ഇതുപോലൊന്ന് ചുറ്റി ആ ഫസ്റ്റ് ചെയ്ത സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടല്ലോ ആ റൗണ്ടിനകത്ത് കണ്ടോ ഇതുപോലെ കടത്തി ഈ യാൺ ഇതുപോലെ ഒന്ന് വലിച്ച് ഇപ്പൊ നീഡിലിനകത്ത് 3 ലൂപ്പ് ഉണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ ഇപ്പൊ 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ യാൺ ഇതുപോലെ ഒന്ന് വലിച്ച് ആ ഫസ്റ്റ് 2 ലൂപ്പിനകത്തൂടെ ഇങ്ങനെ എടുക്കണം. അടുത്ത ഒന്നും കൂടെ ഇപ്പൊ 2 ലൂപ്പ് കിട്ടും നീഡില് കണ്ടോ. ഇനി ഒന്നും കൂടെ ഇതുപോലെ യാൺ വലിച്ച് ആ 2 ലൂപ്പിനകത്തും കൂടെ ഇതുപോലെ എടുക്കുമ്പോൾ ഒരു ഡബിൾ ക്രോസ്യ. ഇതാണ് ഡബിൾ ക്രോസ്യ എന്ന് പറഞ്ഞാൽ. ഈ ഡബിൾ ക്രോസ്യ ഇപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട്. ഇതുപോലെ ഫുൾ റൗണ്ട് 14 എണ്ണം നമുക്ക് വേണം. ഈ സ്ലിപ്പ് സ്റ്റിച്ചിന്റെ അകത്തൂടെ 14 എണ്ണം ഇപ്പൊ എടുത്ത പോലെ തന്നെ 14 എണ്ണം ടോട്ടൽ എടുക്കണേ. ഈ ബാലൻസ് നിൽക്കുന്ന ഈ യാൺ ഇപ്പൊ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും കേട്ടോ. നമ്മുടെ ഈ ഫുൾ റൗണ്ട് ഫിനിഷായി വരുമ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫസ്റ്റ് ഡബിൾ ക്രോസ് ചെയ്ത പോലെ തന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിരലിൽ ഒരു 3-4 ചുറ്റി ഈ നീഡിൽ കൊണ്ട് കണ്ടോ ഈ ത്രെഡ് ഒരു ചുറ്റെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റ് ലൂസാക്കാനായിട്ടുള്ള ഒരു ബേസ് ഉണ്ടല്ലോ അതിനകത്തൂടെ ഇങ്ങനെ ഇറക്കി നൂല് ഇതുപോലൊന്ന് വലിച്ചെടുത്തുണ്ടോ. ഇപ്പൊ 3 ലൂപ്സ് ഉണ്ട് ഈ നീഡിലിനകത്ത്. കണ്ടില്ലേ 3 ലൂപ്സ് ഉണ്ട്.
ഫസ്റ്റ് ഈ 2 ലൂപ്സിനകത്തൂടെയാണ് അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ നൂല് ഈ ഫസ്റ്റ് 2 ലൂപ്സിനകത്തൂടെ വലിച്ചതുപോലെ എടുക്കാം. അടുത്ത 2 ലൂപ്സ് കാണും. കണ്ടോ? ഇതുപോലെ 2 ലൂപ്സിനകത്ത് ഒന്നും കൂടെ വലിച്ചെടുക്കാം. ഇതാണ് അടുത്ത ഡബിൾ ക്രോഷ്യ ആയി കഴിഞ്ഞ്. ഇതുപോലെ സെയിം ഡബിൾ ക്രോഷ്യ ടോട്ടൽ 14 എണ്ണം വേണം. അപ്പൊ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് എടുത്ത് സ്ലിപ്പ് സ്റ്റിച്ചിനകത്തൂടെ 14 എണ്ണവും എടുത്തു കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് 2 ലൂപ്സിനകത്തെടുത്ത് അടുത്ത 2 ലൂപ്സിനകത്തെടുത്ത് ഇതാ ഇപ്പൊ ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ആക്കി. ഇനിയിപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ആ ബാലൻസ് ചെയ്യാനുണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ട് കിട്ടും. ഇതാ ഇതുപോലെ കിട്ടും. ഇതിനിപ്പോ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഈ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ ചെയിനിട്ട് അവിടെ കൊണ്ടുപോയി ഒരു സിംഗിൾ ചെയിന് ഇതുപോലെ ആ നൂല് രണ്ടിനകത്തൂടെ ഇങ്ങനെ കോർത്തെടുത്താൽ മതി. സ്ലിപ്പ് സ്റ്റിച്ച്, ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും. അപ്പോൾ കെട്ടിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത റോ ചെയ്യാൻ വേണ്ടി ഇതുപോലെ വിരലിൽ ഒരു 3 ചുറ്റ് ചുറ്റി 3 ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണം. കണ്ടോ? ഇതുപോലെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു, ഒരു ചുറ്റ് ചുറ്റി. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ടായ അവിടെ നിന്ന് തന്നെയാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഇത്രയും നേരം നമ്മൾ ചെയ്ത അതേ ഡബിൾ ക്രോഷ്യ തന്നെയാണ് 2 ലൂപ്സിനകത്ത് അടുത്ത 2 ലൂപ്സിനകത്ത് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റിച്ചിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തല്ലോ, ഓരോ സ്റ്റിച്ചിനകത്തുനിന്നും 2 വെച്ചിട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതിനകത്ത് ഡബിൾ ക്രോഷ്യ ഇതുപോലെ തന്നെയാണ്. ഈ നൂല് ഇതുപോലെ വലിച്ചെടുത്തു, 2 ലൂപ്സിനകത്തൂടെ കയറ്റി അടുത്ത 2 ലൂപ്സിനകത്തൂടെ എടുത്തു. അതേ സ്റ്റിച്ചിനകത്ത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ഈ യാൺ വലിച്ചെടുത്ത് അവിടെ നിന്ന് തന്നെയാണ് അടുത്തത് ഇതുപോലെ വലിച്ചെടുക്കണം കേട്ടോ. 2 ലൂപ്സ് അടുത്ത 2 ലൂപ്സിനകത്തൂടെ ഇറക്കി. ഇനിയിപ്പോ അടുത്ത സ്റ്റിച്ച് ഫസ്റ്റ് ചെയ്ത ഓരോ ഡബിൾ ക്രോസിക്കകത്തും 2 വെച്ച് കംപ്ലീറ്റ് ചെയ്ത് ഈ റോ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. എണ്ണം മാറിപ്പോതിരുന്നാൽ മതി, സ്റ്റിച്ച് സെയിം തന്നെയാണ്. എത്ര എണ്ണം വെച്ചാണ് കൊടുക്കേണ്ടത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരൊറ്റ സ്റ്റിച്ചും പഠിച്ചാൽ മതി കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ കണ്ടു ഫിനിഷായി. ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഒരു കെട്ടാണ് കേട്ടോ. ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ തേർഡ് റോ ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനകത്തോടെ തന്നെയാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഇതുപോലെ ചുറ്റി ആദ്യം എടുത്തതുപോലെ തന്നെയാണ് ഒരു ഡബിൾ ക്രോഷ്യ അകത്തൂടെ എടുത്ത് നൂല് വലിച്ച് 2 ലൂപ്സിനകത്ത് അടുത്ത 2 ലൂപ്സിനകത്തൂടെ ഇറക്കി ഡബിൾ. ഈ റോയ്ക്കകത്ത് ഒരു സ്റ്റിച്ചിനകത്ത് 2 ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിനകത്ത് ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെയും 2 ഡബിൾ ക്രോഷ്യ, പിന്നെയും ഒരു ഡബിൾ ക്രോഷ്യ. അതേ കണക്കിന് ഫുൾ റൗണ്ട് ഫിനിഷ് ആയി വരണം കേട്ടോ. അപ്പൊ അതേ റൗണ്ടിനാണ് ഞാനിവിടെ ഫിനിഷ് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 3 ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തിനകത്ത് 2 ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെയും ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ. അപ്പൊ ഒരു സ്റ്റിച്ചിനകത്ത് 2 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 സ്റ്റിച്ചിനകത്ത് ഓരോ ഡബിൾ ക്രോഷ്യ, പിന്നെ 2 1 1 2 ആ കണക്കിനാണ് ഈ റോ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. കംപ്ലീറ്റ് ആയി. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാം. കണ്ടോ? ഫുൾ റൗണ്ട് ഫിനിഷ് ആയി. ഇനിയിപ്പോ ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ? ആ എൻഡ് ഇതുപോലെ നിൽക്കുവാണേ. ഇതിന് സൈഡ് ബോർഡർ കൊടുക്കാനായിട്ട് ഞാനിപ്പോ യെല്ലോ യാണാണ് എടുത്തത് കേട്ടോ. ഇത് വെച്ച് ഇത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആ കട്ട് ചെയ്ത് നിർത്തിയ ആ യാണ് കൂടെ കയ്യിലിങ്ങനെ കണ്ടോ ഇതുപോലെ ഒന്ന് പിടിച്ച് അതിനകത്ത് ആ നിർത്തി അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതുപോലൊരു ചെയിന് 2ന്റെ എൻഡ് ഇതുപോലെ ഒന്ന്
പിടിച്ചോണം വിരലുകൊണ്ട്. ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കാം. ആ ബാലൻസ് കിടക്കുന്ന യെല്ലോയും റെഡും നൂല് അകത്താക്കിക്കൊണ്ടാണ് ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് ഫിനിഷ് ആയിരുന്നോളും. ഇപ്പൊ ഓരോ ചെയിനകത്തുനിന്നും ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ എൻഡ് ഉണ്ടല്ലോ, അത് ആ ചെയിനകത്താക്കി വിടണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ആ ബാലൻസ് നൂല് സെക്യൂർ ആക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ചെയിനും ഇതുപോലെ എടുത്തു കൊടുക്കേണ്ട കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇട്ട ആ സ്റ്റിച്ചിനകത്തുനിന്ന് ഓരോ ചെയിനും ഇതുപോലെ എൻഡ് വെച്ച് ഫുൾ റൗണ്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബോർഡർ ക്ലിയർ ആയി. ലാസ്റ്റ് ഇതുപോലെ ലാസ്റ്റ് ചെയിനും ഇട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി ബാലൻസ് നിൽക്കുന്ന ഈ ആണ് അടുത്ത സ്റ്റിച്ചിനകത്തൂടെ ഒന്ന് വലിച്ചു വിട്ടാൽ മതി. ഇപ്പൊ ഫ്ലവറിന്റെ ബേസ് കംപ്ലീറ്റ് ആയി. ഫ്ലവറിന്റെ ഞെട്ടിന് വേണ്ടി ഫസ്റ്റ് ഫ്ലവറിന് ചെയ്തതുപോലെ തന്നെയാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 14 ഡബിൾ ക്രോസ് ചെയ്തല്ലോ, അതുപോലെ ഞാനിവിടെ 14 ഡബിൾ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ ഫ്ലവറിന് 3 ചെയിൻ എടുത്തു. ഇതിന് 5 ചെയിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ. ഫ്ലവറിന് ചെയ്ത പോലെ തന്നെയാണ് സ്ലിപ്പ് സ്റ്റിച്ചിനകത്ത് ഡബിൾ ക്രോസ് 14 എണ്ണം, അതിൽ ചേർത്തൊരു 5 ചെയിനാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. കണ്ടോ, ആ 5 ചെയിനിൽ നിന്ന് ഈ നീഡിലിരിക്കുന്ന ചെയിൻ അല്ല, അടുത്ത ചെയിൻ കണ്ടോ, ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനകത്തൂടെ ഇതുപോലെ നൂല് വലിച്ച് 2 ലൂപ്സിനകത്തൂടെ ഒന്ന് എടുത്തു കൊടുത്തു. പിന്നെയും നൂലൊന്ന് ചുറ്റി അതിന്റെ അടുത്ത ചെയിനകത്തിറക്കി ഇതുപോലെ ഞാൻ വലിച്ചു. ഇപ്പോൾ 3 ലൂപ്സ് ഉണ്ട്. ആ 3 ലൂപ്സിനകത്തൂടെയും ഈ യാൺ വലിച്ചെടുക്കണം. പിന്നെയും ഒന്ന് ചുറ്റി അതിന്റെ അടുത്ത ചെയിൻ, ആ ചെയിനകത്തൂടെ ഒന്ന് ഇതുപോലെ യാൺ വലിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം 3 ലൂപ്സ് ഉണ്ട്. ഫസ്റ്റ് 2 ലൂപ്സിനകത്തൂടെ വലിച്ചെടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത 2 ലൂപ്സിനകത്തൂടെ ഇറക്കി. ഇനിയിപ്പോ 2 ചുറ്റ് കണ്ടോ, ഇപ്പൊ 2 ചുറ്റെടുത്ത് അടുത്ത ചെയിനകത്ത് ഇറക്കുന്നുണ്ട്. ഇത് ട്രിപ്പിൾ ക്രോസിയാണ് കേട്ടോ. ഈ 2 ചുറ്റ് ചുറ്റുന്ന ട്രിപ്പിൾ ക്രോസിയാണ്. ഇപ്പൊ ദാ ഫസ്റ്റ് 2 ലൂപ്സിനകത്തൂടെ എടുത്തു, പിന്നെ അടുത്ത 2 ലൂപ്സിനകത്തൂടെ എടുത്തു, ഒന്നും കൂടെ ഉണ്ട് 2 ലൂപ്സ് അതിനകത്തൂടെ എടുത്തു. അപ്പൊ ഇതാണ് ട്രിപ്പിൾ ക്രോസിയ. ഇനിയിപ്പോ മൂന്നാമത്തെ സ്റ്റിച്ച് 14 ഡബിൾ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ മൂന്നാമത്തെ ഡബിൾ ക്രോസിയുടെ അവിടെ കൊണ്ടുപോയി ഒരു ചെയിൻ കൊടുക്കാം. കണ്ടോ, ഇതുപോലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അതവിടെ കണക്റ്റ് ആയി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത് 5 ചെയിൻ സ്റ്റിച്ച് എടുക്കണം. ഇതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഫുൾ റൗണ്ട്. അടുത്ത 5 ചെയിൻ എടുത്ത് ഇതുപോലെ സെയിം ഇപ്പൊ ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പതാ ഫുൾ റൗണ്ട് ആ ഞെട്ടിന്റെ ഫുള്ള് ഫിനിഷായി കണ്ടോ. ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞ് 2 ബാലൻസ് നിൽക്കുന്ന 2 യാണും ഇതുപോലെ ഒന്ന് പുറത്തോട്ട് വലിച്ചെടുക്കാം. വലിച്ചെടുത്ത് ഈ ചെയിനും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കെട്ട് കൊടുത്ത് സെക്യൂർ ചെയ്ത് നിർത്താം. കണ്ടോ, അപ്പോൾ ഇത് ക്ലോസ് ആയി. അത് കഴിഞ്ഞ് ഫ്ലവറിന് വേണ്ടി ഇതുപോലൊന്ന് ചുരുട്ടി സെന്ററായിട്ടല്ല, ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതുമായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഈ കെട്ട് കൊടുത്തപ്പോൾ വലുതായിട്ട് വിട്ടിരുന്നല്ലോ ഭാഗം, അത് കണ്ടില്ലേ താഴ്ഭാഗമാണ്. അതിനെ ഇതുപോലൊന്ന് ഓപ്പൺ ആക്കിക്കൊണ്ട് മേളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പൊ കറക്റ്റ് കണ്ടോ, തുളിപ്പൊരു ഫ്ലവർ ആയിട്ട് കിട്ടും. ഇതാ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ അല്ലേ. ഇതുപോലൊന്ന് വലിച്ച് കറക്റ്റ് ഫ്ലവറായി. ഇനിയിപ്പോ ഞെട്ടിനകത്ത് ഒട്ടിച്ചു കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ യാൺ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്യുന്ന ഗ്രീൻ കളർ ത്രെഡ് എടുത്ത് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒട്ടിച്ചു വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ എത്ര സിമ്പിൾ ആയിരുന്നു മനസ്സിലായല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ബൈ.